പ്രചോദനം, അതുണ്ടാക്കിയത് അത് ഞാൻ പറഞ്ഞിട്ടാണ്, ഞാനാണ് അതിൻ്റെ കണക്ക് കൊടുത്തത്, ഞാനാണ് അത് യോജിപ്പിച്ചു കൊടുത്തത്. ഇതൊക്കെ നമ്മളുടെ മനസ്സ് പറയുന്നത് സൃഷ്ടികർത്താവ് മക്കളുടെ കാര്യത്തിൽ, അയൽവക്കക്കാരുടെ കാര്യത്തിൽ, നാട്ടിൽ നടന്ന നല്ല കാര്യങ്ങളിൽ ഒക്കെ ഉണ്ടാവില്ലേ? ശരിയല്ലേ? ഉണ്ടാവില്ല. ഇപ്പൊ സൃഷ്ടിയിലെ ആ ഉപാസന എങ്ങനെ സൃഷ്ടി വൈകല്യത്തിന്റെ തലങ്ങളിലേക്ക് വികസിക്കുന്നു എന്ന് നോക്കിയാൽ കാണാം. രണ്ട്, അതിനെ നിലനിർത്തുന്ന വൈഷ്ണവമായിരിക്കുന്ന പ്രകൃതിയെ ഉപാസിച്ചാൽ സൃഷ്ടിയുടെ എണ്ണം കുറഞ്ഞു വരുന്നതും നിലനിർത്തിന്റെ തലവും കാണാം. അതിനെ ഉപസംഹരിക്കുന്ന തലത്തെ ഉപാസിച്ചാൽ ശാന്തമായ ശക്തിയിലേക്ക് തിരിച്ചു മടങ്ങുന്നതും കാണാം. ഉപസംഹരിക്കുക എന്ന് പറഞ്ഞാൽ ഇല്ലാതാക്കുക. മാനസികമായുണ്ടാകുന്ന ഈ സൃഷ്ടി വൈചിത്ര്യങ്ങളെ അവിടെ വെച്ച് തന്നെ ഹനിക്കുക, മുളയിൽ തന്നെ നുള്ളിക്കളയുക. സൃഷ്ടി ഉണ്ടാകാൻ തുടങ്ങുമ്പോഴേ ഈ ഉണ്ടാൻ വേണ്ടി ഇതിലൊക്കെ വൈചിത്ര്യം ഉണ്ടാകുന്നത് ഇത് നാം നമ്മിൽ നടക്കുന്ന മൂന്ന് പ്രക്രിയയാണെങ്കിൽ, അതേസമയം നമ്മളിൽ ശാരീരികമായി ഈ പ്രക്രിയയോട് ബന്ധപ്പെട്ട് സെല്ലുകൾ, കോശങ്ങൾ ഉണ്ടാവുകയും നിലനിൽക്കുകയും നശിക്കുകയും ചെയ്യുന്നുണ്ട്. പറയുന്നില്ല അപ്പൊ ഇങ്ങനെ സൃഷ്ടിയുടെയും സ്ഥിതിയുടെയും സംഹാരത്തിന്റെയും താളക്രമം നമ്മിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിനെയും നോക്കിക്കാണ്. ഇതിങ്ങനെ നിരന്തരം ഉണ്ടാവും. അപ്പൊ അതില് ചിച്ചക്തി വിലാസം ഈ മൂന്നവസ്ഥയിലും മാറ്റമില്ലാതെ തുടരുന്നതാണ് കണ്ടതെങ്കിൽ ശ്രേയസിന്റെ ലോകമല്ല. കാരണം ഇതെല്ലാം ഉണ്ടാക്കാൻ വിഷമമൊന്നുമില്ല എന്നുള്ള അന്നേരം ബോധ്യവും. ഇപ്പൊ ഇതിന് വളരെ താല്പര്യം വരുന്നത് വലിയ വിഷമാണെന്ന് വിചാരിക്കാം. വിഷമാണെന്ന് വിചാരിക്കുന്നതുകൊണ്ടാണ് ഉണ്ടാക്കാൻ വിഷമം വരുന്നത്. എന്നിട്ട് ചിലപ്പോൾ അത്ഭുതപ്പെടുകയും ചെയ്യും. നമ്മളെക്കാൾ മണ്ടന്മാരായ ചിലർ ഇതിനേക്കാൾ ഭയങ്കരമായിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരുമ്പോഴത്തേക്ക് എങ്ങനെ സാധിക്കുക? അത് ബ്രഹ്മാവ് ഭയങ്കരനാണ്, ഒരൊറ്റ അടിക്ക് വീഴിക്കും. ഈ മാത്രമല്ല, ഉണ്ടാക്കി കഴിഞ്ഞവൻ ഒരു ദിവസം രാവിലെ ഇത് മുഴുവൻ അടിച്ച് കളിച്ചിട്ട് ഇങ്ങോട്ട് വരുന്നവരോ. അപ്പോഴും നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. ഈ പയ്യന്നൂർ ചന്തയിലൊക്കെ നോക്കിയേ കാണാം. ഒരു സമയത്ത് ഈ മുളകൊക്കെ ഇങ്ങനെ കെട്ടിയിട്ട് അതിൽ മുറുക്കാനും സുഗന്ധം കൊടുക്കാനുമായിട്ടാണ്. കുറേ നാൾ കഴിയുമ്പോഴത്തേക്ക് ചെറിയ ഹോട്ടൽ, കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് ഒരു ഹോട്ടൽ ശൃംഖല, കുറച്ചു കാലം കഴിയുമ്പോഴത്തേക്ക് പയ്യനൂരെ കവല മുഴുവൻ കയ്യിൽ ഒക്കെ ആയിട്ട് അങ്ങനെ വളർന്ന് ഇങ്ങനെ മേതിലദീർഘനായി അങ്ങനെ നിൽക്കുമ്പോൾ അത്ഭുതത്തോടെ ആളുകൾ മുഴുവനെ കാണണമെങ്കിൽ തന്നെ ഇങ്ങനെ നോക്കണം എന്ന് പറയുന്ന പോലെ നോക്കുന്നൊരവസ്ഥയാണ്. ഇതെല്ലാം കഴിഞ്ഞ് ഒരു ദിവസം രാവിലെ നമുക്ക് കൊടുക്കാണ്ട് ഇതെല്ലാം കൂടെ അടിച്ച് കളഞ്ഞിട്ട് പഴയ സുഗന്ധം കൊടുക്കാൻ വേണ്ടിയാണ്. ഇത് വളരെ രസമാണ് കാഴ്ച. ഇത് ഒരുവനിൽ തന്നെ കാണാം, പരലിൽ ചേർത്ത് വെച്ച് കാണാം. അത്ഭുതപ്പെടാറില്ല. പ്രാധാന്യമേ ഇല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, പ്രാധാന്യമേ ഇല്ലാത്തതിന് കാരണം എന്താ വെച്ചാൽ, ഈ സൃഷ്ടികർത്താവാണ് നമ്മളെ ചതിച്ചിരിക്കുന്നത്. അവൻ പതുക്കനാണ്. ഇവന്റെ കൽപ്പനാ വൈഭവത്തിലാണ് നമ്മൾ പരീക്ഷ പോയത്. മര്യാദക്കിരുന്നവനെ പിടിച്ച് ഈ കുണ്ടാമാണ്ടിയിലൊക്കെ ചാടിച്ച് അനന്തകോടി സൃഷ്ടിജാലങ്ങളിൽ ഭ്രമിപ്പിച്ച് അതിൽ സുഖമുണ്ടെന്ന് പറഞ്ഞ് കൊണ്ടുപോയി നിത്യദുഃഖത്തിലേക്ക് തള്ളിയിട്ടവനാണിവൻ. അതുകൊണ്ട് ഇവൻ പതിതനാണ്. അവനെ ആരാധിച്ചാൽ നമ്മൾ തെറ്റും.
അല്ല ശരിയല്ലേന്ന് ആലോചിച്ചിരിക്കും. മര്യാദയ്ക്ക് ഒരിടത്തിരിക്കുന്നവനെ പിടിച്ച് അയൽവക്കംകാരൻ കെട്ടിപ്പൊക്കിയത് കണ്ട് ഇവിടെ ഇരിക്കുന്നവൻ അതുപോലൊരെണ്ണം കെട്ടിപ്പോക്കാൻ ഇല്ലാത്ത പ്ലേഡിൽ നിന്ന് വാങ്ങിച്ച് തല്ലും വാങ്ങിച്ച് എന്തെല്ലാം പരിപാടിയെ ബ്രഹ്മാവ് ഉണ്ടാക്കുന്ന ഉണ്ടാൻ വേണ്ടി ഇവനെ തന്നെ ആരാധിക്കണം. ലോകം എന്ന് പറയുന്നത് തന്നെ ഉണ്ടെങ്കിലല്ലേ നിലനിൽക്കുള്ളൂ. ഉള്ള സാധനത്തിനല്ലേ നിലനിൽക്കുള്ളൂ. ലോകം എന്നൊരു സാധനം തന്നെ നമ്മുടെ കൽപ്പനയാണ്, നമ്മളുടെ ഭാവനയിൽ മാത്രം ഇരിക്കുന്ന സാധനമാണ്. ഭാവദ്രവ്യമാണ് ദ്രവ്യമായി ഡെവലപ്പ് ചെയ്തത്. പ്രകാശം ഒരു ഭാവദ്രവ്യമാണ്, ഊർജം ഒരു ഭാവദ്രവ്യമാണ്. ഊർജത്തിന്റെ അനന്ത സാധ്യതയാണ് ദ്രവ്യമായി രൂപാന്തരം പ്രാപിക്കുന്നത്. അപ്പൊ ഊർജത്തിന്റെ അനന്ത സാധ്യതയാണ് ദ്രവ്യമായി പരിണമിക്കുന്നതെങ്കിൽ ദ്രവ്യമെല്ലാം ഊർജാവസ്ഥയിൽ ഭാവം മാത്രമായിരിക്കുമ്പോൾ എന്ത് ലോകം? ചോദ്യം ഭൗതികമായുണ്ട്, ഉത്തരം ഭൗതികമായി തന്നെ മറുപടി പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ സ്വാമി ആത്മീയം പറഞ്ഞ് ഞങ്ങളെ കളിപ്പിക്കുന്നു എന്ന് പറയും. ഉത്തരം മനസ്സിലായി? ഊർജം ഒരു ഭാവദ്രവ്യമാണ്, ഊർജത്തിന്റെ ഒരു സാധ്യത മാത്രമാണ് ദ്രവ്യം. അഥവാ ദ്രവ്യത്തിന്റെ അനന്ത സാധ്യതയല്ല ഊർജം, ഊർജത്തിന്റെ അനന്ത സാധ്യതയാണ് ദ്രവ്യം. ശരിയല്ലേ? ഊർജം സൂക്ഷ്മവും വ്യാപകവും ആണ്. അതിൽ വ്യാപ്യമായിരിക്കുന്ന ദ്രവ്യങ്ങൾ അത്രയും അടങ്ങും. വ്യാപനത്തിൽ വ്യാപ്യമടങ്ങുമെന്നാണല്ലോ ഊർജതന്ത്രം. ഏതാണ്ടല്ല പറയുന്നത്. നിങ്ങൾ പഠിച്ച ഫിസിക്സ് അതിന് ക്ലാസിക്കൽ ഊർജതന്ത്രം ക്ലാസിക്കൽ പഠിച്ചിട്ടില്ലേ? വ്യാപ്യം വ്യാപനം രണ്ടുണ്ട്, അതറിയാമായിരിക്കും അല്ലേ? അതായത് ഒന്ന് വ്യാപിക്കുന്നത്, രണ്ട് അതിലൊതുങ്ങുന്നത്. സ്ഥൂല വസ്തുക്കളെല്ലാം അതിലൊതുങ്ങുന്നതാണ്, സൂക്ഷ്മ വസ്തുക്കളെല്ലാം വ്യാപനത്വമുള്ളതാണ്. അപ്പോൾ ഐസ് അത് സ്ഥൂലമാണ് അല്ലേ? അതുരുകിയ ജലം കുറെ കൂടെ വ്യാപിച്ചു കിടക്കും, ആണോ? അത് നീരാവിയായ കുറെ കൂടെ വ്യാപനമായി. അപ്പൊ സൂക്ഷ്മമാകും തോറും വ്യാപന ശക്തി കൂടും അല്ലേ? അങ്ങനല്ലേ? അപ്പോൾ ഒരു വസ്തുവിൽ നിന്ന് ഊർജം എടുത്താൽ ആ ഊർജത്തെ മാത്രമായി അതിനെ രൂപാന്തരം പ്രാപിപ്പിച്ചാൽ, യുറേനിയം എടുത്ത് തോറിയം എടുത്ത് അതിന്റെ ഊർജത്തെ രൂപാന്തരപ്പെടുത്തിയാൽ, വസ്തു ഇല്ലാതായിക്കൊണ്ട് ഊർജം ഉണ്ടായാൽ യുറേനിയത്തിന്റെ ഊർജം മാത്രമായിട്ട് നിൽക്കില്ല, എന്റെയും നിങ്ങളുടെയും കൂടെ ഊർജം സംഭവിപ്പിച്ചവൻ അടിച്ചു പോകും അല്ലേ? യാജ്ഞവൽക്യൻ മനോഹരമായി പറയും, ഗാർഗി നിന്റെ തല പൊട്ടിത്തെറിക്കാതിരിക്കട്ടെ, നീ വ്യാപനത്തിനിടയാക്കുന്ന ദേവതയെ പറ്റിയാണ് അന്വേഷിക്കാൻ പോകുന്നത്. ഹിരണ്യഗർഭൻ ഏതിലാണ് ഓതവും ക്രോധവുമായിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ യാജ്ഞവൽക്യൻ ഒന്നർത്ഥോക്തിയിൽ നിർത്തിയിട്ട് നല്ലൊരു അടിയടിയും. ചോദ്യം ചോദിക്കുന്നവനും ചോദ്യവും ചോദിക്കുന്ന വസ്തുവും എല്ലാം സമസ്തവും വിലയം പ്രാപിക്കുന്ന ചോദ്യം. മനസ്സിലായി? ഊർജാന്തരത്തിൽ ഇങ്ങനൊരു അവസ്ഥയിൽ സങ്കല്പിക്കാൻ പറ്റില്ല. ന്യൂക്ലിയർ ഫിഷൻ നടത്തും. അപ്പൊ ഊർജം ഭാവദ്രവ്യം ഇങ്ങോട്ട് വന്നാൽ പിന്നെ നമ്മളൊന്നുമില്ല, ഈ സാധനമൊന്നുമില്ല, കെട്ടിടമൊന്നുമില്ല, ഊർജം മാത്രമാണ്. അപ്പൊ അവിടെ എവിടെയാ പ്രപഞ്ചം? ഈ ഊർജം ഘനീഭവിച്ചാണ് ഈ പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ ഊർജത്തിന്റെ തോന്നലാണ് ദ്രവ്യം എന്നല്ലേ? അല്ലേ? ഇതാണ് ആകെ ദ്രവ്യമെങ്കിൽ എന്ത് ലോകം, എന്ത് നിലനിൽപ്പ്. പിന്നെ നമ്മളെ ബ്രഹ്മാവിരുന്ന് സൃഷ്ടിക്കുന്നതിന് ന്യായീകരണം കണ്ടെത്താൻ എന്തിനാടോ കല്യാണം കഴിച്ച്? അതൊക്കെ ഈ കുട്ടികൾ നന്നായി വരാൻ ഒരു ഭാവനയാണ്. അപ്പൊ അന്ന് മുതൽ ഇന്ന് വരെയുള്ളതെല്ലാം കുട്ടിയായെന്ന മട്ടിലായി പറയുന്നത്. ഈ ലോകം നന്നാക്കാനും ഉണ്ടാക്കാനും വേണ്ടി കല്യാണം കഴിച്ച കുറെ ആളുകളുണ്ട് അല്ലേ? പുരി
ലാബറട്ടറി. മഴ മുഴുവൻ ലാബറട്ടറിക്കകത്ത് ഒതുങ്ങുള്ളൂ. അതിൻ്റെ ഒരു സാമ്പിളല്ലേ ഒതുങ്ങുള്ളൂ. ഇനിയിപ്പോ താൻ വീട്ടിൽ കുറച്ച് വെള്ളം കലക്കി വെച്ച് ലാബറട്ടറിക്കാരന് കൊടുത്താൽ അതും അവൻ കൊണ്ടുപോയി പരീക്ഷിച്ചിട്ട് പറയും ഇത് പ്രത്യേകതരം മഴ ഇയാളുടെ വീടിന്റെ പൊക്കത്തിൽ മാത്രമായിട്ട് പെയ്യുന്നതാണ്. പത്രക്കാരൻ അതേപ്പറ്റി ഗംഭീരമായിട്ട് എഴുതും. ആർക്കറിയാം മഴ പെയ്തോന്നിരിക്കുകയോ? ഉൽക്ക പൊട്ടിത്തെറിച്ച മഴ അല്ലേ? ഫംഗസ് വീണ മഴ. എറണാകുളത്തൊക്കെ ഈ മഴ പെയ്യാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി. കാരണം CRLും FACTയും ഒക്കെ കിടക്കുന്നിടത്ത് മഴ പെയ്യാതിരിക്കും. അതിനകത്ത് തന്നെ എന്തെല്ലാം സാധനങ്ങളുണ്ട്. ഇതൊക്കെ ഇങ്ങനെ പെയ്യും. ഇതൊക്കെ മനുഷ്യന് പത്രത്തിൽ കൂടെ കാണുമ്പോൾ ഒരു പേടിയുണ്ടാവും. പേടിയുണ്ടാകുമ്പോൾ നിങ്ങൾ കഥ കടച്ചിരിക്കും. ആ സമയത്ത് പത്രക്കാരനും ഭരണാധികാരിയും ഒക്കെ കൂടെ ചേർന്ന് ജയിലിൽ നിന്ന് അഴിച്ചുവിടുന്ന കള്ളം വന്ന് വീട്ടിൽ നിന്ന് വല്ലതും പെറുക്കിക്കൊണ്ടു. അപ്പൊ ഇതെനിക്ക് തോന്നുന്ന ഭരണാധികാരികളും പത്രക്കാരും ഒക്കെ കൂടി നിങ്ങളെ പേടിപ്പിക്കാൻ ഉണ്ടാക്കുന്ന സൂത്രപ്പണികളാണ്. പിന്നെ ഞങ്ങള് പഠിപ്പിച്ചു വളർത്തിയ കുറെ വൈദ്യശിരോമണികളും ഡോക്ടർമാരും ഒരു രോഗമുണ്ട്. നിങ്ങൾ പേടിച്ചാലേ രോഗം ഉണ്ടാവും. അപ്പോഴേ പുതിയ മരുന്നൊക്കെ ആ സർവകലാശാലയുടെ ഈ സർവകലാശാലയുടെ ഒക്കെ നിങ്ങൾക്ക് പരീക്ഷിക്കാൻ പറ്റും. ഇതൊക്കെ ചേർന്നാലേ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റും. അല്ലേ? പിന്നെ അല്ലെങ്കിൽ ഇത്രയൊക്കെ കണ്ടുപിടുത്തം നടത്തി തത്വമായി പോവില്ലേ? ഈ കണ്ടുപിടുത്തത്തിന്റെ നേരത്ത് 4 സാധനങ്ങൾ മനുഷ്യന് ജീവിക്കാനുള്ളതിനെ പറ്റിയുള്ള അന്വേഷണം എത്ര ഉണ്ടാവും? ഉണ്ടോ? ഉണ്ടാവില്ല. അപ്പൊ അതിന് കാരണം മനസ്സാണ്. അതെല്ലാം മനസ്സിന്റെ കളിയാണെന്ന് പഠിക്കാനുണ്ട്. അപ്പൊ അതെല്ലാം കൂടെ ചേർത്ത് വെച്ചിട്ട് ഒന്നിച്ച് പഠിക്കും. ഇതൊക്കെ മനസ്സ്. മൊത്തം ജഗത് കേൾക്കുമ്പോ ശരിയായി. ഇപ്പൊ പുറത്തിറങ്ങുമ്പോ ശരിയാവില്ല. അതാണ് ഈ കേട്ടപ്പോ സംഗതിയൊക്കെ ശരിയാണ്. പുറത്തിറങ്ങുമ്പോൾ ശരിയാവില്ല. അതാണ് ഇതൊരു ഒറ്റ വിഷമം. ഇത് ശരിയായിട്ടുണ്ട്. ശരിയായി കിട്ടിയാൽ പിന്നെ അടുത്ത ക്ലാസ്സിൽ വരേണ്ട ആവശ്യമില്ല. പിന്നെയും ക്ലാസ്സിൽ വരുന്നതെന്ന് വെച്ചാൽ പുറത്താകുമ്പോൾ ശരിയാകത്തില്ലാത്തതുകൊണ്ടാണ്. ഇത് മനോഹരമായി പറഞ്ഞാൽ മനുഷ്യനറിയാത്തതാണ്. ക്രിസ്തു പണ്ട് പറയുമായിരുന്നു, അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരോട് പറയുമായിരുന്നു, നിനക്കൊരു ക്രിസ്തു തന്നെയാകാം, പിന്നെ എന്തിനാടാ നീ ക്രിസ്ത്യാനിയാകും? ബുദ്ധൻ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരോട് ചോദിക്കുക, നീ ബുദ്ധൻ തന്നെയാണല്ലോടാ, പിന്നെ എന്തിനാ നീ ബുദ്ധമതാനിയായി ആകും? മനസ്സിലായില്ല. പക്ഷെ ഇവൻ പറയുന്നത്, ആശാനെ എനിക്കിത് പറ്റും. മനസ്സിലായില്ല. ഞാനും നിങ്ങളോട് ചോദിച്ചാൽ ചോദിക്കുന്നില്ല. അതുകൊണ്ട് ഇത് വളരെ എളുപ്പമാണ് ഈ പ്രക്രിയ. യു ക്യാൻ ബിക്കം എ ബുദ്ധ എന്നാണ് ബുദ്ധൻ ചോദിക്കുന്നത്. വുഡ്വേർഡ് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. ഗംഭീരാണ്, അദ്ദേഹത്തിന്റെ വാക്കാണ്. അപ്പൊ അതുപോലെ നമുക്കായി ചിന്തിക്കാൻ പറ്റും. മനസ്സാണ് അതിന്റെ കൽപ്പന. മനസ്സ് ശരിയായ ദിശയിൽ കൊണ്ടുപോയാൽ അതിന് ശ്രേയസിന്റെ ലോകം തെരഞ്ഞെടുക്കും. ആര് ബുദ്ധിമാൻ. ഇത് അനുരണനം ചെയ്ത് പഠിച്ചവൻ. അവനിതിനെ അപഗ്രഥിക്കും. അവൻ ആദ്യം അവനിൽ നടക്കുന്ന ഈ പ്രക്രിയയെ അപഗ്രഥിച്ചിട്ടാണ് സമസ്തയുടെ സൃഷ്ടി നോക്കുന്നത്. അപ്പൊ അവൻ ആദ്യം ആലോചിക്കും, എങ്ങനെയാണ് ഈ നഖമുണ്ടായത്, എങ്ങനെയാണ് ഈ ത്വക്കുണ്ടായത്, എങ്ങനെയാണ് ഈ ത്വക്കില് മുഴയുണ്ടായത്, എങ്ങനെയാണ് ഈ ത്വക്കില് വ്രണമുണ്ടായത്, എങ്ങനെയാണ് ഇത് ഓരോന്നും ഇങ്ങനെ ആയത്? ഞാൻ തന്നെ അനുഭവിച്ചാണ്. എങ്ങനെയാണ് ഇത് പിരിഞ്ഞു പോകുന്നത്? ഞാൻ തന്നെ വിചാരിച്ചാണ്. എന്റെ മനസ്സിന്റെ വിധാന ദശയിൽ ഇതെല്ലാം ഉണ്ടാകുന്നു, എന്റെ മനസ്സ് നിരോധിക്കുമ്പോൾ ഇതെല്ലാം പിൻവാങ്ങും. പണ്ടോരയുടെ പെട്ടി പോലെയാണ്. അതിൽ നിന്ന് ഞാൻ പുറത്തേക്ക് എടുത്തിടുന്നതെല്ലാം ഉളവാകുന്നു. അതിൻ്റെ അകത്തേക്ക് എടുത്തിട്ട് അടച്ചാൽ അതെല്ലാം ഇല്ലാതാകും. പഠിച്ചെടുത്താൽ അവനവന്റെ മനസ്സിനെ പഠിച്ചു. അവനവന്റെ മനസ്സിനെ പഠിച്ചു കഴിഞ്ഞാൽ ഇതിൽ നിന്നെല്ലാം മോചനായി കഴിഞ്ഞാൽ മറ്റുള്ളവരെയും മോചിപ്പിക്കാൻ എളുപ്പമാണ്. എങ്ങനെയെന്ന് ചോദിച്ചാൽ ഇത് സംവേദനം ചെയ്ത് മാത്രം. പിന്നെ അവർ തീരുമാനിക്കണം. സ്വീകരിക്കുന്നവരെ തീരെ ഭാരതീയ ചിന്ത ബുദ്ധി
ബുദ്ധിമാൻ എന്ന് പറഞ്ഞാൽ ശ്രേയസമർത്ഥമായി കൊണ്ടുപോയവരല്ല, ശ്രേയസ് സ്വീകരിച്ചവരല്ല. ഇതാണ് വ്യത്യാസം. കാരണം അവർക്കറിയാം ഇത് സങ്കല്പം കൊണ്ടുണ്ടാകുന്നതാണ്, മറ്റൊന്നറിയില്ല. അതുകൊണ്ട് അവൻ ക്ലേശിക്കും. നമ്മളിന്ന് കാണുമ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും ക്ലേശിക്കുന്നവരെയാണ്. ചില വില്ലന്മാരുണ്ട്, ഒരു ക്ലേശവും ഒരു കാര്യം നടക്കുന്നത്. അവരോടൊന്ന് പോയി പറഞ്ഞാൽ ഏത് പരിപാടി അവരോട് ഇന്ന് പറഞ്ഞാൽ മതി. പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ക്ലേശമൊന്നും ഇല്ലാത്തൊരു പദ്ധതി പരിപാടി ആവശ്യമില്ല. ചില ആളുകൾ എത്ര ക്ലേശമാണ് ഓരോ കാര്യം ചെയ്യുന്നത്. ജീവിതം മുഴുവൻ ക്ലേശിക്കുകയാണ് കാര്യം ചെയ്യാൻ. ലക്ഷ്യം വളരെ അകലെയാക്കി വെച്ചുകൊണ്ട് ഇങ്ങനെ അതിനുള്ള പദ്ധതികൾ ഇടുകയാണ്. ഇന്നുണ്ടാകും, നാളെ ഉണ്ടാകും, മറ്റന്നാൾ ഉണ്ടാവും. അല്ലേ? ഇനിയും ഭാവന വൈഷ്ണവ ലോകത്തെത്തിയിട്ടില്ല. ബ്രഹ്മാവിന്റെ ലോകത്ത് ഇപ്പോഴും പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മറ്റവനങ്ങനല്ല, ബ്രഹ്മാവും വിഷ്ണുവും മഹേശ്വരനും ഒന്നിച്ചായിരിക്കുന്നത്. ഇതുണ്ടായാലും നിലനിൽക്കലും നശിക്കലും ഒറ്റയടിക്ക് തീരുന്ന പരിപാടിയാണ്. ചിലരെടുക്കുന്ന അവരോട് വല്ല ഐഡിയയും പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയും അത് ഒരു ധാരോടും പോയി എന്നെ പോലെ ഈ പരിപാടി ഒരു നിമിഷത്തിനകം പരിപാടി തീർക്കുക. ഇത് പൂർവവും വർത്തമാനവും ഉത്തരവും എന്ന് പറഞ്ഞാൽ ഭൂതവും ഭാവിയും വർത്തമാനവും മൂന്നും കൂട്ടിയിണക്കി ഭാവിയെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ ഭൂതകാലത്തെ ആശ്രയിച്ചുകൊണ്ടെന്ന് വർത്തമാനത്തെ വികലമാക്കി ജീവിതം മുഴുവൻ ദുഃഖമാണ്. ശരിയല്ല? ഒരു വിമർശനമല്ല. കാരണം അവന് വികാരമില്ല. ഈ വികാരമുള്ളവനാണ് ഈ ഇമ്പൾസസ് ഒക്കെ ഉണ്ടാകുന്നത്. ആ ഇമ്പൾസസ് ഒക്കെ ഉണ്ടാകുന്നതിന് കാരണം വെച്ചാൽ അവൻ വസ്തുവുമായി സ്വാഭാവികമായി ബന്ധപ്പെടുന്നത് കൊണ്ടാണ്. മറ്റവന്റെ ബന്ധങ്ങൾ നിരുപാധികങ്ങളാണ്. ഉപാധി തട്ടിക്കളഞ്ഞിട്ടാണ്, ആലംബനം ഇല്ലാതെയാണ്. നിരുപാധികവും സ്വാഭാവികവും, ഉപാധിയോട് കൂടിയതും ഉപാധിയില്ലാത്തതും. ഉപാധിയിൽ ബദ്ധനാവുമ്പോൾ അപ്രധാനമായ വസ്തുവിൽ പ്രധാനമായ അവൻ ബന്ധിക്കപ്പെടുകയാണ്. അത് അവന്റെ മരണത്തിന് ശേഷമാണ്. കാരണം അവൻ ഓൾറെഡി മരിച്ചു കഴിഞ്ഞു. ഉപാധിയിൽ അവനെ തളച്ചപ്പോൾ അവൻ മരിച്ചു. ഈ വസ്തു ഉണ്ടെങ്കിലേ എനിക്ക് പ്രഭാഷണം നടത്താൻ പറ്റുള്ളൂ, ഇത് കൊണ്ടുവന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ എന്നെക്കാൾ പ്രാധാന്യം ഈ വസ്തുവിനായി. മനസ്സിലായില്ലേ? ഇതില്ലേ സംഘാടകനെ വിളിച്ച് 4 തെറി ദണ്ഡിച്ചില്ലേ, അതുകൊണ്ടാണല്ലോ നിങ്ങളിത് കൊണ്ടുവന്നത്. പക്ഷെ എന്റെ മരണം ഞാൻ കണ്ടില്ല, നിങ്ങളും കണ്ടില്ല. ഇതുണ്ടെങ്കിലേ പ്രഭാഷണം ചെയ്യാൻ പറ്റൂ. അപ്പൊ പ്രഭാഷണത്തിന്റെ മുഖ്യ വസ്തു ഏതാണ്? ഈ സാധനമാണ്. ഞാൻ അപ്രധാനമായി കഴിഞ്ഞ് മാത്രമാണ് ഇത് പ്രധാനമാകുന്നത്. മനസ്സിലായില്ല? ഇങ്ങനല്ലേ ജീവിതത്തിൽ എൻ്റെ ജോലിയും എൻ്റെ തൊഴിലും എൻ്റെ പണികളും എൻ്റെ ചിന്തകളും എൻ്റെ സങ്കല്പനങ്ങളും എല്ലാം എന്നെക്കാൾ പ്രാധാന്യമുള്ളതാകുമ്പോൾ ഞാനതിൽ മരിച്ചു പോകുന്നത് കാണാതെ പോകുന്നില്ലേ? പ്രേയസിനെ തെരഞ്ഞെടുക്കുമ്പോൾ അവന്റെ വൃത്തി അപ്പോഴപ്പോൾ നടക്കുന്നു. അതുകൊണ്ടാണ് ധീരൻ തെരഞ്ഞെടുക്കാത്തത്. കാരണം അതിന് തെരഞ്ഞെടുപ്പൊന്നും വേണ്ട. അതിന് വാസന വഴി വരുന്ന കർമ്മങ്ങളെ ചുമ്മാ ആനയിച്ചു വിട്ടാൽ മതി. അതാണ് ചിലരിൽ നിന്ന് ഇങ്ങനെ ഭാവനയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അപ്പുറത്തൊരുത്തും പോയി കാര്യം സാധിച്ചിട്ട് തക്കെന്ന് വരുന്നതാണ്. എങ്ങനെയാണ് ആ ചക്ക എന്ന് പറിക്കുന്നത്? തോർത്തിക അത് പറിച്ചാൽ നല്ലൊരു കറി ഉണ്ടാക്കണമായിരുന്നു എന്നൊക്കെ ഇങ്ങനെ ഓരോരുത്തരും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഒരു വലിയ ചാടിക്ക് ദാഹം പറിച്ചുകൊണ്ട് പോയി കറിയും വെച്ചുകൊണ്ടൊന്ന് കൊടുക്കുകയാണെന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കി. 30 പേരൊരു കിണറിന് ചുറ്റും നിന്ന് കിണറ്റിൽ വീണവനെ കയറ്റുന്നതിനെ പറ്റി പ്ലാനും പദ്ധതിയും തയ്യാറാക്കുമ്പോൾ ആദ്യമായിട്ട് അതിനുണ്ടാക്കേണ്ട ഏണിയുടെ നീളവും അതിന് വേണ്ട കമ്പും ഒക്കെ ഒരുത്തം വരച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രോജക്റ്റ് തയ്യാറാക്കുകയാണ്. മറ്റൊരുത്തൻ എടുത്തു കഴിഞ്ഞാൽ ഇറങ്ങേണ്ടവന്റെ കഴിവുകളും അവൻ എത്ര നേരം ഇവനെ പൊക്കി പിടിച്ചുകൊണ്ട് നിൽക്കുമെന്നും ഏതുതരം കപ്പി കൊണ്ടാണ് ഇത് കൊണ്ടുവരേണ്ടതെന്നും കപ്പി മേടിക്കാൻ എവിടെയാണ് പോകേണ്ടതെന്നും ആ കപ്പിക്ക് എത്ര വലിപ്പം വേണമെന്നും ആ കപ്പി ഏതെല്ലാം കടകളിൽ അതിന് കൊട്ടേഷൻ കൊടുക്കണമെന്നും എവിടുന്നെല്ലാം ഉള്ള കൊട്ടേഷൻ വാങ്ങിക്കണമെന്നും ഒക്കെ വേറൊരുത്തം പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുക. മറ്റവൻ വന്നു ചാടി ഇറങ്ങി കരക്കി കയറ്റി പോയി.
മനസ്സിലായില്ല. ഇതിൽ ആദ്യത്തവൻ കൂടുതൽ ഉണ്ടായിരുന്നാണ് പണ്ട്. ഈ രണ്ടാമത്തവന്മാരുടെ എണ്ണം കൂടിയതാണ് ഇന്ന്. ക്ലിയർ ആയില്ല? എല്ലാ ആസൂത്രണവും ജനകീയം മാത്രല്ല, എല്ലാ ആസൂത്രണവും ഇതാ. സമസ്ത ആസൂത്രണവും ഈ പ്ലാനും പദ്ധതിയാണ്. ഇതിന് ചെലവാക്കിയതൊക്കെ കൂടെ കൂട്ടുമ്പോ പരിപാടിയൊന്നുമില്ല. നമ്മൾ എന്തെല്ലാമാണ് പ്ലാനിന് ചെലവാക്കുന്നത്. പണ്ട് കാലത്ത് ഒരു വീട് വെക്കണം, അതിനുള്ള കുറ്റി അടിച്ചു, സാധനം കെട്ടാനായിട്ട് കെട്ടുന്നവനെ വിളിച്ചു, അവൻ കെട്ടിപ്പൊക്കി സാധനം അടിച്ചു ചേർത്തു, അവൻ സ്ഥലം വിട്ടു. അവൻ തന്നെ ഈ പരിപാടി മുഴുവൻ അറിയാം. ഇതിനെപ്പറ്റി ABCD അറിയാത്ത ഒരുത്തൻ ആദ്യം പ്ലാൻ തയ്യാറാക്കി. അവനത് പ്ലാൻ വെച്ചിട്ട് ഒരുത്തനോട് വരയ്ക്കാൻ കൊടുക്കും. വരയ്ക്കുന്നവൻ വരയ്ക്കുന്നു. വരച്ചു കഴിഞ്ഞാൽ അവൻ കൊണ്ടുവന്ന് വേറൊരുത്തനെ ഏൽപ്പിക്കുന്നു. കെട്ടുമ്പോൾ ഈ വരയും കെട്ട് ഒക്കാതെ വരുന്നു, മൂലയിലും മറ്റുള്ളിടത്തൊക്കെ. അപ്പോൾ വീണ്ടും ചർച്ചയ്ക്ക് വെക്കുന്നു. വീണ്ടും വട്ടമേശ സമ്മേളനവും ഉഴുന്നോടെ തീറ്റയും കാര്യവും എല്ലാം കഴിഞ്ഞ് വീണ്ടും കാരണം ഇവരൊന്ന് യോജിക്കുന്ന എൻ്റെ പദ്ധതികളെ ഇങ്ങനെ 30 പ്രാവശ്യം കൂടി കഴിയുമ്പോൾ ഈ സാധനം ആദ്യം വിചാരിച്ചതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായി ഉണ്ടായി. അപ്പോഴേക്ക് ഈ ഉണ്ടാക്കിയവന് ഇത് തലവേദനയായപ്പോൾ അവന് തിരിച്ചു പൊളിക്കാൻ തുടങ്ങും. അല്ല, നമ്മുടെ എല്ലാ പദ്ധതികളിലും വരുന്നത് ഈ ബ്രഹ്മാവും വിഷ്ണുവും മഹേശ്വരനും 3 ദിശയിൽ നിന്നും തമ്മിലടിക്കുക. അപ്പൊ ഇതിനുള്ളതാണ് സൃഷ്ടിലോകം, സൃഷ്ടികാലവും. ഇതിനെ ഏകദിശയിലാക്കിയ മാന്യന്മാർ കർമ്മം ആവിർഭവിക്കുന്നിടത്ത് വെച്ച് തന്നെ ഉപസംഹരിച്ചിട്ടുണ്ട്. ചിരന്തനമായ സത്യത്തെ തേടി തനിക്ക് മരണമില്ലാത്ത ലോകങ്ങളിലേക്ക് പോകുന്നു. മൃത്യു എന്നും മൃത്യു ഉപനിഷത്തെന്നും ഇതിന് പേര് നൽകുമ്പോൾ നമ്മളിൽ തന്നെ ഓരോ നിമിഷവും ആവിർഭവിക്കുന്ന ബോധം വസ്തുവായി പരിണമിക്കുന്നതും മൃത്യുവാണ് എന്ന് ഓർത്തുകൊണ്ട് പഠിക്കണം. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ എത്ര മരണവും ശവസംസ്കാരവും അടിയന്തരവും നമ്മുടെ കാര്യം. ഓരോ വസ്തുവിലും നാം സാധു തേടിപ്പോയപ്പോൾ, ഓരോ വസ്തുവിലും നാം അനശ്വരത തേടിപ്പോയപ്പോൾ, ഓരോ വസ്തുവിലും നാം നമ്മളുടെ ജീവിതം തേടിപ്പോയപ്പോൾ ഒക്കെ നാം ജീവിക്കുകയായിരുന്നില്ല, മരിക്കുകയായിരുന്നു. അനന്തമായ മൃത്യുവിന്റെ ഭൂതശേഷം കത്തിച്ചാമ്പലായ നാം വീണ്ടും ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ ആ ചാമ്പലിൽ നിന്ന് പിറവിയെടുത്തതും മൃത്യുവിന് വേണ്ടി തന്നെയാണെന്ന് ഓർക്കുമ്പോൾ മനസ്സിലായില്ല. ഓരോ മൃത്യു കഴിഞ്ഞെങ്കിലും തിരിച്ചുപോക്കില്ലാത്ത, ഇനി മൃത്യുവില്ലാത്ത സങ്കല്പനങ്ങളിലേക്കൊന്ന് ഉണരാൻ കഴിഞ്ഞിരുന്നെങ്കിൽ തോന്നുന്നില്ലേ? തോന്നില്ല? ഉണ്ട്. തോന്നി കിട്ടിയാമല്ലോ. ഇത് പഠിക്കാൻ സുഖമാണ്. തോന്നുന്നില്ലെങ്കിൽ എഴുന്നേറ്റ് പോവുകയാണ് സുഖം. കാരണം ഈ ഭ്രാന്ത് പഠിച്ചാൽ ഭ്രാന്താവും. ഇത് വളരെ രസകരമാണ് ഈ പഠിത്തം. ഇങ്ങനെ ആ രീതിയിൽ പോയാൽ നമ്മൾ നോക്കിയാൽ ഓരോ നിമിഷവും ഒരു നിമിഷം വരാനിരിക്കുന്ന നിമിഷത്തിന്റെ ചാമ്പലാണ്. അതിൽ നിന്നായി നിമിഷം ഉണർന്നെഴുതായിരുന്നു. ഇനി എത്ര മരണം നമുക്ക് കഴിഞ്ഞു. ജീവിതമല്ല സത്യത്തിൽ മൃത്യുവിന്റെ തുടർച്ചയാണ്. ബോധം മൃത്യുവിന്റെ ആകാരം പൂണ്ട് നമ്മയും കൊണ്ട് നടന്നു നീങ്ങിയ നിമിഷങ്ങൾ. അഭിമാനിയായ ജീവൻ എത്രയെത്ര ഉപാധികളിലാണ് മരിച്ചത്. ശബ്ദവും സ്പർശവും രൂപവും രസവും ഗന്ധവുമായ വിഷയങ്ങളായി. എവിടെയാണ് നചികേതസ് ധീരനായിട്ട് ശ്രേയസിനെ തെരഞ്ഞെടുക്കാൻ? ധീരൻ ശ്രേയസിനെ തെരഞ്ഞെടുക്കും, മരണം വേണ്ടാന്ന് തീരുമാനിക്കും. അതുകൊണ്ടാണ് മൃത്യുവിനെ പറ്റി ചോദിക്കാൻ പോയത്. പ്രേമധർമ്മനോട് ചോദിക്കുന്ന മൃത്യുവിനെ കുറിച്ചാണ്, മൃത്യുവിന് ശേഷമുള്ളതിനെ കുറിച്ചാണ്, ഇനി മൃത്യു വരാതിരിക്കുന്നതിനെ കുറിച്ചാണ്. തന്റെ ബോധത്തെ തന്നെ ഒന്നറിയാൻ വേണ്ടിയാണ്. ഈ പ്രപഞ്ചത്തിലെ മുഴുവൻ വസ്തുവിനെ പറ്റി പഠിച്ചു കഴിഞ്ഞാലും
പഠിച്ചു കഴിയാത്ത ഒന്നാണ് ആ വസ്തുവിനെ സൃഷ്ടിക്കുന്ന അവൻ. വസ്തു അവന്റെ സൃഷ്ടിയാണ്. എപ്പോഴവന്റെ സങ്കല്പത്തിൽ ആവിർഭവിക്കുന്നുവോ അപ്പോൾ അത് ബ്രഹ്മാവായും, എപ്പോൾ അത് അവൻ നിലനിർത്തുന്നുവോ അപ്പോൾ വിഷ്ണുവായും, എപ്പോൾ അതിനെ അവൻ ഉപസംഹരിക്കുന്നുവോ അപ്പോൾ അവനിലെ രുദ്രനായും പരിണമിക്കുന്ന സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളുടെ ഈ വിശ്വം നടമാടുന്നത് അവനിൽ തന്നെയാണ്. അപ്പൊ എല്ലാം, എന്റെ ലോകം മുഴുവൻ എന്നിലാണ് എല്ലാം. അതുകൊണ്ട് എന്റെ ലോകത്തെ നന്നാക്കുന്നതും എന്റെ ലോകത്തെ നശിപ്പിക്കുന്നതും ഞാൻ തന്നെയാണ്. അയലോക്കക്കാർക്കും നാട്ടുകാർക്കും അച്ഛനമ്മമാർക്കും ആചാര്യന്മാർക്കും ഒരു പങ്കുമില്ല. അതുകൊണ്ട് ഇന്ന് മുതൽ പോയി അച്ഛനോടും അമ്മയോടും നാട്ടുകാരോടും അമ്മായിയോടും മരുമകളോടും മകനോടും ഒന്നും ചൂടായിട്ടൊരു കാര്യമില്ല. ആ ചൂട് തിരിഞ്ഞ് അവനവനോട് ചൂടായാൽ നന്നാവും. കള്ള റാസ്കൽ എന്നൊക്കെ വിളിക്കുന്ന അവനവനെ തിരിഞ്ഞു നിന്ന് വിളിച്ചിട്ട് നീയാണ് എന്നെ പറ്റിച്ചതല്ലേ, കാണിച്ചു തരാളാന്ന് പറഞ്ഞ് കുത്തിനെ പിടിക്കാമെങ്കിൽ. നമ്മൾ പലപ്പോഴും മറ്റുള്ളവരുടെ കുത്തിനാ പിടിക്കും. ഇതാണ് ഉപനിഷത്തിന്റെ ആഴങ്ങളിലേക്ക് പോകുമ്പോൾ നമ്മൾ കാണുന്നത്. അതിനെക്കുറിച്ചുള്ള ചിന്തകളുമാണ് നിങ്ങൾ ഇപ്പം പറഞ്ഞത്. ഗ്രിഗർ മെന്റലിന്റെ കാലത്തെ ജനിതകളെ പറ്റി പുതിയ ചിന്തയിലെ ജനിതകങ്ങൾ എന്തിനോ പ്രോജക്റ്റ് പോരുമ്പോൾ ജനിതകത്തിന്റെ പുതിയ പദ്ധതികളെ പറ്റി പഠിക്കുമ്പോൾ ജനിതക കലകൾക്ക് പണ്ടുണ്ടായിരുന്ന ചിന്തകളെ അല്ലെന്നാണ്. ഇനി അതിൽ തന്നെ അവർ പറയുന്നത് ഒരു ജനിതകം എന്ന് പറയുന്നതിനെ രൂപപ്പെടുത്തിയെടുത്താൽ അതാണ് കാരണമെന്ന് പറഞ്ഞാൽ പാസ്റ്റാണ് കാരണം എന്ന് തന്നെയാണ്. അപ്പോൾ ഞാൻ ജനിക്കുന്ന അതിന് മുമ്പ് എന്റെ ജനിതകം ഉണ്ടായിരിക്കണം. അങ്ങനെയാണല്ലോ ഇപ്പൊ പഠനം വന്നിരിക്കുന്നത് അല്ലേ? ആ ജനിതകത്തിലൂടെ കടന്നു പോകുമ്പോൾ ഇപ്പൊ ഏറ്റവും വലിയ പഠനം അതിനകത്ത് വന്നിരിക്കുന്നത് സംഗീതമാണ് ജനിതകത്തിന്റെ ആദിപർവമാണ്, ശബ്ദമാണ്. അപ്പോ അങ്ങനെയും കൂടെ അവർ പഠിച്ചു വരുമ്പോ പണ്ടുണ്ടായിരുന്നു എന്നുള്ളത് സ്വീകരിച്ചാൽ തന്നെ ഇപ്പോൾ ഉള്ളതെല്ലാമായി. അപ്പൊ ഇതിലെ സൃഷ്ടിയും സ്ഥിതിയും ഒക്കെ നടക്കുന്നത് ഈ പഴയ ഓർമ്മകളാണ്, ജനിതകത്തിൽ കടന്നു കിടക്കുന്ന ഓർമ്മകളാണ്. ആ ഓർമ്മകളെ ഒരു നിമിഷം കൊണ്ട് ഇല്ലാതാക്കാൻ കഴിഞ്ഞാൽ ഇതിൽ നിന്ന് മോചനമായി. അപ്പൊ എങ്ങനെയാണോ അതിലേക്ക് ആ ഓർമ്മ വന്നത് അതേ വഴിയിൽ പോയാൽ ഇതിനെടുപ്പ് പോയി. എതിലും കൂടെ ആയിരിക്കും അതിലേക്ക് ഓർമ്മ വന്നത്. ശബ്ദസ്പർശ രൂപരസ ഗന്ധാദി അനുഭവങ്ങളിലൂടെ ആയിരിക്കണം അല്ലേ? അല്ലേ? അതിലെ വാതായനങ്ങളുള്ളൂ. നമുക്കുള്ള വാതായനങ്ങൾ ഈ കാണുന്നതൊക്കെയാണ്. കണ്ട് നമ്മളൊരു വസ്തു കണ്ടു, റോസപ്പൂ കണ്ടു. റോസപ്പൂവിൽ നിന്ന് നമ്മൾ ആ കാഴ്ച നമ്മുടെ മനസ്സിൽ രൂപാന്തരപ്പെടുത്തി. ഇനി എവിടെയെങ്കിലും പോകുമ്പോൾ ആ വസ്തു കണ്ടാൽ അത് റോസപ്പൂവാണ് എന്ന് നമ്മുടെ ഉള്ളിൽ നിന്ന് തോന്നി. ഇതെന്ത്? ഇത് റോസപ്പൂ ഞാൻ പണ്ട് കണ്ടിട്ടുള്ള. അതങ്ങ് മനസ്സിരിക്കട്ടെ, ഇതിന്റെ പേര് റോസപ്പൂ എന്നല്ല. വേറൊക്കെ വന്നിട്ട് പറഞ്ഞു നിങ്ങളുടെ റോസപ്പൂ പോലെ ഇരിക്കും, ഇത് റോസയല്ല, ഇത് പ്രത്യേകമായി വികസിപ്പിച്ചെടുത്ത വേറൊരു സാധനമാണ്, ഇതിന് റോസയുമായി യാതൊരു ബന്ധവുമില്ല. നിങ്ങൾക്ക് തെറ്റിദ്ധാരണയാണ് ഉണ്ടായി. നമ്മൾ സമ്മതിക്കോ? നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ കണ്ടിട്ടുള്ളതാണ്, അത് റോസയാണ്. റോസയല്ലെന്ന് പറഞ്ഞാൽ അപ്പൊ നമ്മുടെ ബോധത്തിൽ അറിയിക്കുക. ഇങ്ങനെയുള്ള ബോധമാണ് നമ്മൾ കൈമാറിക്കൊണ്ടു ജന്മജന്മാന്തരങ്ങൾ. കഴിഞ്ഞ നിമിഷം ഈ നിമിഷത്തിൽ, ഈ നിമിഷം അടുത്ത നിമിഷത്തിൽ, കഴിഞ്ഞ നിമിഷവും ഈ നിമിഷത്തിൽ, കഴിഞ്ഞതിന്റെ മുമ്പിലത്തെ നിമിഷവും ഈ നിമിഷത്തിൽ. അങ്ങനെയാണെങ്കിൽ ആദിമമായി കൊണ്ടുപോകുന്ന ഈ ബോധത്തിന്റെ പ്രക്രിയ തന്നെയാണ് ഇത്. ആ പ്രക്രിയയിൽ ഈ ബോധം പുതിയ സംസ്കാരങ്ങൾ ഉണ്ടാകാതിരുന്നാൽ എത്ര ദൂരം ഉണ്ടാക്കിയോ അതങ്ങ് തീരുമ്പോൾ അത് നനയ്ക്കും. ഒരു ബ്രേക്ക് അങ്ങ് അപ്ലൈ ചെയ്താൽ വന്ന ആവേഗത്തിൽ കുറച്ചുകൂടെ മുമ്പോട്ട് പോകും, അതവിടെ നിൽക്കും. ക്ലിയറായി? ജഗത്തില്ലാതാകും. ജഗത്തില്ലാതായാൽ ബോധം മാത്രമേ. സ്പീഡ് അനുസരിച്ചിരിക്കും. സ്പീഡ് വളരെ കൂടുതലാണെങ്കിൽ ബ്രേക്ക് അപ്ലൈ ചെയ്താൽ അല്ലേ മുമ്പോട്ട് പോകില്ലേ?
ആ ബ്രേക്കൊക്കെ ഒരഞ്ഞു കൊണ്ടുപോകും. അങ്ങനല്ലേ ഓടിക്കും, പെട്ടെന്ന് ബ്രേക്ക് ഇട്ടാല് പെട്ടുകൊണ്ടാവും തോന്നും. ബ്രേക്കിൽ പോയിട്ടില്ല ബ്രേക്ക്. അതുകൊണ്ട് നമ്മുടെ ഈ ചിന്തയ്ക്ക്, നമ്മുടെ വിചാരങ്ങൾക്ക്, നമ്മളുടെ വൃത്തികൾക്ക് ഒരു ബ്രേക്ക് ഇടാം. സഡൻ ബ്രേക്ക് ആയാല് മറിയും ചില. ഈ പച്ചയ കുഴപ്പം എവിടെയാണെന്ന് വെച്ചാല് ഈ സഡൻ ബ്രേക്ക് ഇടുമ്പോൾ പാലമൊക്കെ ബലമുള്ളതല്ലെങ്കിൽ അതോടുകൂടി മറിയുമെന്നാണ്. പണ്ട് കാലത്ത് പിള്ളേർ പറഞ്ഞ സഡൻ ബ്രേക്ക് എന്ന് പറഞ്ഞ പോലെ പെട്ടെന്ന് വിട്ടാൽ സ്റ്റോപ്പ് ചെയ്യും. അങ്ങനെയാണ് ഞങ്ങൾ ചിലത് പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യും. ഈ സഡൻ ബ്രേക്കിലാണ് ചിലപ്പോൾ മറന്നു. അതൊക്കെ സ്ലോയൊക്കെ ചെയ്തിട്ട്, കാരണം ഗട്ടറും കൂടെ ആണെങ്കിൽ ഇല്ലേ വലിയ അപകടമാണ്. ഭാഗ്യമുണ്ടെങ്കിൽ ഇതിന് ചിലപ്പോൾ രക്ഷപ്പെടും. അതുകൊണ്ട് അതിൽ കാര്യം പിടികിട്ടി. സാമാന്യന സൃഷ്ടിയൊക്കെ അളകുന്ന മരണം എങ്ങനെയാണ്